എട്ട് പത്ര പ്രാവശ്യം വിളിക്കുകയും ചെയ്തു. കിട്ടണമില്ലല്ലേ, മൊബൈലും സ്വിച്ച് ഓഫ്. ഇവിടെ പോയി കിടക്കണം തരും. എന്താ വിജയ്? എടാ എൻ്റെ പെണ്ണുമ്പിള്ളേ രാവിലെ പോയത്, രാവിലെ വെച്ചിട്ടാണെങ്കിൽ കിട്ടുന്നത് സ്വിച്ച് ഓഫ്. പിള്ളേർ ഇനിയിപ്പോൾ സ്കൂളിൽ നിന്ന് വരാൻ സമയമായി. ഇവിടെ പോയി കിടക്കണതായി. ഫോൺ സ്വിച്ച് ഓഫാ? ഓ സ്വിച്ച് ഓഫ്. എപ്പോ പോയത്? രാവിലെ പോയടേ. രാവിലെ പോയതാ? ഓ ചന്തയിൽ പോണെന്ന് പറഞ്ഞോണ്ട് പോയത്. എന്തൊരു ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നു. അതിനടേ ഇത് എന്ത് ചെയ്യുന്നാണ് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. പുള്ളി കിട്ടണില്ലേ? അല്ല ഇങ്ങനെ സംഭവിക്കാൻ നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നങ്ങളും വല്ലതും ഉണ്ടാടേ വീട്ടില്? പ്രശ്നം എന്തൊരു പ്രശ്നമാടേ? ചെറിയ തട്ടലും മുട്ടലൊക്കെ വീടാകുമ്പോൾ ഉണ്ടാവൂല്ലേ, അത്ര പ്രശ്നമേ ഉള്ളൂ. അങ്ങനത്തെ പ്രശ്നങ്ങളല്ല. ഈ നീ ചെന്ന് വീട്ടിൽ ചെന്ന് കയറുമ്പം അവർക്ക് ഇങ്ങനെ ഫോണൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത് കാണുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെടില്ല. നീ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അത് വഴക്കായി. അവള് ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് എന്തെങ്കിലും മെസ്സേജുകൾ വരിക, അപ്പൊ അത് കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെടായിക വരിക. നീ അത് കണ്ടിട്ട് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട് 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 ഉണ്ട്. ഇതത് തന്നെ ഞാൻ അപ്പൊ ചിന്തിച്ച കാര്യം തന്നെ. നീ എന്തിനാ ചിന്തിച്ചത്? ഇതൊക്കെ എങ്ങനെയാ പറയണത്? നീ ഒരു കാര്യം ചെയ്യ്, നീ നേരെ വീട്ടിലോട്ട് പോകും. പിള്ളേരെ കാര്യം വല്ല ഉണ്ടെങ്കിൽ നോക്ക്. നീ എന്തിനാണ് പറഞ്ഞു പറഞ്ഞത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ നീ പറ, എന്തിനു പറ, കാര്യം പറ. ഇപ്പൊ ഇതൊക്കെ ഒരു ഫാഷൻ ആണ്ടേ. എന്തൊരു കുറെ കാലം ഭർത്താവിൻ്റെ കൂടെ ജീവിക്കും, അത് കണ്ടിട്ട് മടുക്കുമ്പോൾ വേറെ വല്ല കൊണ്ടോട് പോകും. നീ പറയണത് എടേ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലേടേ? ഇല്ല എടേ അവളെ അവൻ്റെ പെയ്യെന്ന് പെയ്യെന്നാ? നീ എന്തിനാ പറയണത്? രണ്ട് പിള്ളേരെ അടക്കണ്ട അവളെങ്ങനെ കണ്ടുപിടിക്കണോ? പരാതി കൊടുക്കാനാ? ഇവിടെ നാട്ടു കേസാവൂടാ. പിന്നെ എന്തിനാ കളിയാ? അതിനൊരു വഴിയുണ്ട്. ഇരി ചെവി അറിയാതെ നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ ദിവ്യന ആജ്ഞാനിയായ കുഞ്ഞുട്ടൻ ജോത്സ്യർ. ആര്? ഗൂഗിൾ മാപ്പിന് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത വഴികളിലൂടെ ഒരു പ്രാന്തനെ പോലെ സഞ്ചരിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി തരാൻ കഴിയുന്ന ദിവ്യൻ നടക്കും. അവളിപ്പോൾ ഏത് ലോഡ്ജിലാണ്? ആ ലോഡ്ജിൽ ഏത് റൂമിലാണ്? റൂമിലെ കട്ടിലിൽ ആരോടൊപ്പമാണ് അവൾ കിടക്കുന്നത് വരെ ഈ ജോത്സ്യൻ കണ്ടെത്തി തരും. ജോത്സ്യനെ, ഞാൻ നിങ്ങളെ തിരക്ക് വീട്ടിലോട്ട് വരായിരുന്നു. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. കാര്യം പറ. തേടിയ വള്ളി കാലിച്ചിട്ട് ജോത്സ്യരെ ഭാര്യയെ കാണാനില്ല. അവളെ പോയടാ. അവളെ അവൻ്റെ പോയി. എനിക്കപ്പോഴേ ഒരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ നിന്റെ വീട്ടിൽ വരുമ്പം എന്റെ കൂടെ അവള് ചെറിയൊരു ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അപ്പോഴേ തോന്നി എവളാരുടെയെങ്കിലും പോവും പോവും പോവും. ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾ ആരാ ഭാര്യയുടെ കാര്യം പറഞ്ഞത്? നിന്റെ ഭാര്യയുടെ കാര്യം അല്ലേടേ നീ പറഞ്ഞത്? പോവേച്ചി, ഇവന്റെ ഭാര്യയുടെ കാര്യമാണ് പറഞ്ഞത്. നിന്റെ ഭാര്യ എവിടെ പോയടേ? അത് ചോദിക്കാനല്ല ഇങ്ങോട്ട് വന്നത്. അവന്റെ ഭാര്യയെ കാണാനില്ലെന്നുണ്ടെങ്കിൽ വല്ല പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാ. എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കും? നീ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലേ നാറ്റ കേസാണെന്ന്. അതിന് ഞാൻ എന്തിനായി? നിങ്ങൾ കണ്ടെത്തണം. ഞാൻ കണ്ടെത്താന്? എടാ അവന്റെ ഭാര്യ പോയതിന് അവനല്ലേടാ കണ്ടെത്താനുള്ളത്. എന്റെ ഭാര്യ പോയപ്പോ ഞാൻ കണ്ടെത്തും. നിങ്ങൾ മറ്റേ കിടാപ്പൊക്കെ ഇല്ലേ ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചിട്ട് നോക്കണ സാധനം, അതൊക്കെ വെച്ച് കണ്ടെത്തണം. അപ്പി ജ്യോതിഷം അത് സത്യമേ പറയൂ. ഞാൻ പറഞ്ഞില്ലേ. പിന്നെ മഷിക്കൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാണ്. അതൊന്നും പ്രശ്നമില്ല, എത്ര രൂപയായാലും അവൻ ചെലവാക്കും. നിങ്ങൾ ഈ മഷിയൊക്കെ ഇട്ട് നോക്കിയിട്ട് ഇരി ചെവി അറിയാതെ അവൾ ഏത് ലോഡ്ജിലാണെന്ന് ഒന്ന് നോക്കി പറഞ്ഞാൽ മതി. ബാക്കി നമ്മളേറ്റ്.
നിന്റെ നക്ഷത്രം തരും മൂല അവളെ നക്ഷത്രം തരാം. അവളത് ഭരണി. ഭരണിയും മൂലവും. ഈയിടെ അവള് ജനിച്ച മാസം ഡിസംബർ. ഡിസംബർ, നല്ല തണുപ്പുള്ള അന്തരീക്ഷം. കുറ്റം പറയാൻ പറ്റൂല. ഇതൊക്കെ മനുഷ്യ സഹജം. നിങ്ങൾ ബാക്കി പറ. ഒന്നും ഒന്നും രണ്ട്, രണ്ടും മൂന്നും. മൂന്നിലൊന്ന് എവിടെയോ തൂങ്ങിക്കിടക്കുകയാണ്. സന്ധ്യ അല്ല, അതല്ല, കുരുങ്ങിക്കിടക്കുന്നു. ഞാൻ കാണുന്നുണ്ടാ. അതറിയണമെങ്കിൽ വീട്ടിൽ പോയി മഷിയിട്ട് നോക്കിയതേ പറ്റുള്ളൂ. വീട്ടിൽ പോവാ. വീട്ടിൽ പോവാൻ കുഴപ്പമില്ല. നിങ്ങൾ അതിനു മുമ്പ് ഒരു ചെറിയ സഹായം ചെയ്യണം. എന്ത് സഹായം പറയൂ. എടൈ, ഞാൻ 4 ദർഭപുല്ല് പറിക്കാനാണ് ഇവിടെ വന്നത്. ദർഭപുല്ല മൊത്തം പറിക്കാം. എടാ അതല്ല, ഞാൻ ഈ ദർഭപുല്ല് പറിക്കാൻ ഇങ്ങോട്ട് വന്നപ്പം എന്റെ വീട്ടിന്റെ താക്കോല് ഇവിടെ എവിടെയോ കളഞ്ഞ്. അതെടുക്കാൻ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. താക്കോല് കിട്ടിയാൽ നമ്മൾ താക്കോലുമായി വീട്ടിലോട്ട് പോകുന്നു, കതകു തുറക്കുന്നു, മഷിയെടുക്കുന്നു, യവന്റെ ഭാര്യ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നു. ഹലോ ഹലോ. ശരി ശരി. ആരടാ ഫോണില്? എന്റെ ഭാര്യയെ വീട്ടിലെത്തി. നീയേ നല്ലൊരു ആശാരിയെ കണ്ടിട്ട് ഇങ്ങനെ വീട് കുത്തി തുറക്കാനുള്ള വകുപ്പ് നോക്ക് കേട്ടാ. സ്വന്തം വീട്ടിലെ താക്കോല് കണ്ടുപിടിക്കാൻ ഇറങ്ങിയത് അവനൊക്കെയാണ് കണ്ടവന്റെ ഭാര്യയെ കണ്ടുപിടിക്കാൻ തിരിയണത്. അവന്റെ ഒരു ജോത്സ്യം. ജ്യോതിഷം സത്യമേ പറയൂ.